വെറും 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറും ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് ചാനൽ കടമ്പകൾ കടക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. വീഡിയോ പൂർണ്ണമായും കാണുക. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങി അത് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്സുമായാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പോസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ അകമഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്നവർക്കാണ് തിരിച്ചും സഹകരണം ലഭിക്കുകയുള്ളൂ. ജസ്റ്റ് ജോക്ക്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പുതുതായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ പൂർണ്ണമായും കാണുക, നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടു പോവുക. തംബ്നെയിലിൽ പറഞ്ഞപോലെ നിങ്ങൾക്കും 2 ആഴ്ച കൊണ്ട് കടമ്പകളൊക്കെ കടന്ന് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാം. ആദ്യമായി തന്നെ പറയട്ടെ, യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവുക എന്നതാണ് ആദ്യ കടമ്പ. പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നതാണ് രണ്ടാമത്തെ കടമ്പ. വരുമാനം ലഭിക്കുക എന്നത് നിങ്ങളുടെ കണ്ടന്റുമായും അതിന് ലഭിക്കുന്ന വ്യൂസുമായും ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ട് ഞാൻ ടിപ്സുകൾ പറഞ്ഞു തന്നിട്ടും പണം വന്നു തുടങ്ങിയില്ലല്ലോ എന്ന പരാതിയുമായി എന്നെ സമീപിക്കരുത് കേട്ടോ. പണം തരുന്നത് യൂട്യൂബാണ്, ഞാനല്ലല്ലോ. സമയം കളയാതെ വിഷയം പറയാം. ഞാനിത് തീർത്തും എന്റെ വ്യക്തി അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എന്റെ ചാനൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. നിങ്ങളൊരു ചാനൽ തുടങ്ങി ഇതിന്റെ എല്ലാ സെറ്റിംഗ്സുകളും ചെയ്ത് ആദ്യമായി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് വരുന്ന വ്യൂസ്, അതിലൂടെ വരുന്ന സബ്, അതിന്റെ വാച്ച് അവർ റിയർ തുടങ്ങിയവയുടെ ഗ്രാഫ് നോക്കിക്കൊണ്ടിരിക്കുക എന്നത് സ്വാഭാവികമാണ്. സത്യം പറഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വളരെ കാലമായെങ്കിലും അതിൽ ഇക്കഴിഞ്ഞ 2025 സെപ്റ്റംബർ 8 വരെ ആകെ ഒരു സബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓർക്കുക, ഇന്ന് 2025 സെപ്റ്റംബർ 30 ആകെ ഉണ്ടായിരുന്ന ആ ഒരു സബ് എന്റെ തന്നെ മറ്റൊരു അക്കൗണ്ടിൽ നിന്നുള്ളതായിരുന്നു. എന്നാൽ അന്നു മുതൽ തുടങ്ങിയ എന്റെ പ്രയാണം ഇന്നെത്തി നിൽക്കുമ്പോൾ എന്റെ ചാനലിന് ഇന്നത്തെ സബ് 10.3K ആണ്. അതിന്റെ വ്യൂസ് ഗ്രാഫ് പ്രകാരം 3.6 കോടിയാണ്. വാച്ച് ടൈം 71.2K ആണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നല്ലേ പറയാം. അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്നത് പണം സമ്പാദിക്കാൻ തന്നെയാണ്. അല്ലെന്ന് അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം മാത്രമേ നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർക്കു വേണ്ടി ഒരു നല്ല കണ്ടന്റ് ഉണ്ടാക്കുക എന്നായി മാറുന്നുള്ളൂ. എന്നാൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് പണമുണ്ടാക്കാൻ സാധിക്കൂ എന്ന മഹാസത്യം ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കണ്ടന്റുകൾ ജനങ്ങൾക്കിഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നമ്മുടെ ചാനൽ വളർന്നു തുടങ്ങും. അതുവഴി നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം നേടാനാവും. ഇവിടെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു തന്ത്രം എന്താന്നു പറയാം. ഒരു ചാനലിന്റെ ആദ്യ കടമ്പ എന്നത് 90 ദിവസത്തിനുള്ളിൽ 500 സബും വെറും 3 വീഡിയോ അപ്ലോഡുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തവർ യൂട്യൂബ് സ്റ്റുഡിയോയിൽ താഴെയുള്ള ഏൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു നോക്കുക. ആ കടമ്പ കഴിഞ്ഞാൽ അടുത്തത് ഇതേ 90 ദിവസത്തിനകം 1000 സബ് നേടണം. ശേഷം ഇതേ 90 ദിവസത്തിനുള്ളിൽ 3000 പബ്ലിക് വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 30 ലക്ഷം, അതായത് 3 മില്യൺ ഷോർട്സ് വ്യൂസ് ലഭിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. തീർന്നില്ല. മോണിറ്റൈസേഷൻ അപ്രൂവ് ആയാലും പണം വന്നു തുടങ്ങണമെങ്കിൽ ഇതേ 90 ദിവസത്തിനകം 4000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 1 കോടി അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഉണ്ടാകണം. സെപ്റ്റംബർ 8 മുതൽ 25 വരെയുള്ള 17 ദിവസം കൊണ്ട് ഈ പറഞ്ഞ കടമ്പകളെല്ലാം എനിക്ക് കടക്കാൻ സാധിച്ചു. അതെങ്ങനെയെന്ന് അത്ഭുതം കൂറുന്നുണ്ടോ? പറയാം. നിങ്ങളുടെ ആദ്യ ലക്ഷ്യം മോണിറ്റൈസേഷൻ അപ്രൂവ് ആണെങ്കിൽ വലിയ പോസ്റ്റുകളിട്ട് അതിന്റെ വ്യൂസും സബും നോക്കിയിരുന്ന് സമയം കളയാതെ ചെറിയ ചെറിയ ഷോട്ട് ഇടുക. അതും 10 മുതൽ 15 സെക്കൻഡ് വരെ മാത്രം ദൈർഘ്യമുണ്ടായാലും മതി. അത് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം 10ഉം 15ഉം ഷോട്ട് ഇടുക. നിങ്ങളുടെ സബ് കൂടി വരുന്നെന്താ നിങ്ങൾക്ക് കാണാം. ഒരു തുടക്കക്കാരനായിട്ടും ഒരു ദിവസം 1600 സബ് വരെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അത് പിന്നീട് ഗ്രാഫ് താഴേക്ക് പോയി. അതിന്റെ കാരണം പറയാം. അങ്ങനെ വെറും ഷോർട്സിലൂടെ മാത്രം നമുക്ക് സബും പബ്ലിക് വ്യൂസും കൂട്ടി ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വന്നത്. വലിയ വീഡിയോകൾ ഇട്ടാൽ അതിന് താരതമ്യേന വ്യൂസ് കുറവായിരിക്കും. അതുപോലെ അതിലൂടെ വരുന്ന സബും കുറയും. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ നേട്ടം കൊയ്യാൻ ഷോർട്സ് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതിലൂടെ പണം സമ്പാദിക്കാമെന്ന് വ്യാമോഹമുണ്ടാവരുത്. അത് സെക്കൻഡറിയായി മാറ്റിവെക്കുക. ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാലും ഷോർട്ട് ഇട്ടുകൊണ്ട് വ്യൂസ് നിലനിർത്തുക. ഒപ്പം കണ്ടന്റ്സുള്ള ലോങ് വീഡിയോകൾ ഇട്ടു തുടങ്ങുക. നിങ്ങളുടെ ചാനൽ പയ്യെ കയറി വരുന്നത് കാണാം. ഇനി എങ്ങനെ എന്റെ ഗ്രാഫ് കുത്തനെ താഴോട്ട് വന്നു എന്ന് നോക്കാം. ഞാൻ ആദ്യമായി 3 മില്യൺ ഷോർട്സ് വ്യൂസ് വന്നപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തെങ്കിലും യൂട്യൂബ് അത് നിരാകരിച്ചു. എന്റെ ഷോർട്സുകൾ റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ് കാരണം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ തളരും. ആ തളർച്ച എന്റെ ചാനലിനെയും ബാധിച്ചു. ഗ്രാഫ് കുത്തനെ താഴോട്ടു പോയി. എന്നാൽ ഞാൻ അതിനെതിരെ അപ്പീൽ കൊടുത്തു. എന്റെ വീഡിയോകൾ റീയൂസ്ഡ് കണ്ടന്റ് അല്ലെന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തു. അപ്പീൽ സ്വീകരിച്ചു. എനിക്ക് മോണിറ്റൈസേഷൻ അനുമതി നൽകി. ശേഷം എന്റെ വ്യൂസ് 10 മില്യൺ ആയപ്പോൾ ശരിക്കും മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ ചെയ്യേണ്ട വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ. ടാക്സ് ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ തുടങ്ങിയവ വേറെയുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം.
ഈ വീഡിയോ എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്നതിലേക്ക് എത്തിച്ചേരാമെന്നതിനുള്ള ടിപ്സ് മാത്രമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. പരമാവധി സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ വിജയം. നന്ദി.